ഏറെ പ്രിയപ്പെട്ട ഷെൽട്ടർ ഇന്ത്യയുടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് ഏകോപനം നടത്തുന്ന വീട് നിർമ്മാണത്തിൻ്റെ, കിഡ്നി കെയറിൻ്റെ, അതുപോലെ അനാഥ അഗതികളെ സംരക്ഷണത്തിൻ്റെ വിവിധ തലത്തിലുള്ളതായിരിക്കുന്ന മേഖലകളെ കോർഡിനേറ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ടതായ സഹപ്രവർത്തകന്മാർ ജനീർ ഇവിടെയുണ്ട്, ബഹുമാന്യനായ കാസിം സാഹിബുണ്ട്, പ്രിയപ്പെട്ട അസർ, നാസർ സാഹിബ്, ശ്രീ സലാഹ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സ്നേഹിതരെ, സുഹൃത്തുക്കളെ, ഞാനിപ്പോഴുള്ളത് മേപ്പാടി മുണ്ടകൈ ചൂരൽമല ദുരന്തത്തിൻ്റെ വലിയ ബുദ്ധിമുട്ടും പ്രയാസവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിലുള്ള ആളുകൾക്ക്, ദുരന്തബാധിതരായ ആളുകൾക്ക് ഷെൽട്ടർ ഹോം വീടൊരുക്കാൻ പോകുന്നതായിട്ടുള്ള അവരുടെ സ്വന്തം സ്ഥലത്താണ് ഇവിടെയുള്ളത്. ഇന്ന് ഇതിൻ്റെ കുറ്റിയടിക്കൽ പ്രവർത്തനം അതിൽ ഞങ്ങൾക്കൊക്കെ പങ്കാളിയാവാൻ സാധിച്ചു. ഏറെ വൈഷമ്യവും ബുദ്ധിമുട്ടുമുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഇന്ന് 1 മാസം തികയുകയാണ്. കഴിഞ്ഞ 30-ാം തീയതി പുലർച്ചെ 1:30 മണിക്കാണ് ഈ വലിയ വിഷമകരമായിട്ടുള്ള പരീക്ഷണം നമ്മുടെ മേലെ ആഘാതമായി വന്നു പതിച്ചത്. ഞങ്ങളൊക്കെ പുലർച്ചെ തന്നെ അവിടെ എത്തി ആ നിമിഷം മുതൽ ഇതിൻ്റെ ഓരോ പരിഹാരം തേടിയുള്ള ഓട്ടത്തിലാണ്. ഇതിൽ മൈക്രോ ഫയലുകളാക്കി ഓരോ വ്യക്തിയുടെയും ഫയലെടുത്ത് അവരുടെ ഉപജീവനം, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജീവനോപാധി, അവരുടെ ജീവിതത്തിൻ്റെ പ്രയാണം, അവർക്കൊരുക്കാനുള്ളതായിരിക്കുന്ന വീടുകൾ ഉൾപ്പെടെ എല്ലാ സംവിധാനവും ഒരുക്കുക, അവസാന വ്യക്തി വരെ ഒരുക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് നമ്മളിൽ എല്ലാവരിലും അർപ്പിതമായിട്ടുള്ളത്. ഇതെല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മളെല്ലാവരും നേതൃത്വം കൊടുക്കുകയാണ്. ഷെൽട്ടർ ഇന്ത്യ എന്ന മഹത്തായ സ്ഥാപനം കഴിഞ്ഞ 2015 മുതൽ നമ്മുടെ സാമൂഹ്യ മണ്ഡലത്തിൽ വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ നേരത്തെ സുഹൃത്തുക്കളെല്ലാവരും അതിൻ്റെ ഓരോ മേഖലകൾ സൂചിപ്പിച്ചു. ആ മേഖലകളിലൊക്കെ തന്നെ വലിയ സംഭാവന അർപ്പിച്ചിട്ടുള്ള ഷെൽട്ടർ ഇന്ത്യ ഈ ദുരന്തബാധിത മേഖലകളിലും കൈത്താങ്ങുമായി വരുന്നു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു നടപടിയാണ്. തീർച്ചയായും സമയബന്ധിതമായി ഈ ഭവന നിർമ്മാണം പൂർത്തീകരിച്ച് കുടുംബങ്ങൾക്ക് ആശ്വാസം പകരാൻ ഷെൽട്ടർ ഇന്ത്യക്ക് സാധിക്കും എന്ന് പൂർണ്ണമായ ആത്മവിശ്വാസമുണ്ട്. ഒരുമിച്ച് നമുക്കെല്ലാവർക്കും മുന്നോട്ട് പോകണം, ഇതിനെ അതിജീവിക്കണം. ഈ വലിയ പരീക്ഷണത്തിൽ ഒന്നിച്ചു ചേർന്ന് ചെയ്യാൻ പറ്റുന്ന ചെറുതും വലുതുമായ എല്ലാ രീതിയിലുള്ള ഇടപെടലും നടത്തി സമഗ്ര പുനരധിവാസമാക്കി നമുക്കിതിനെ മാറ്റാൻ ഒരുമിച്ച് കൈകോർക്കാം. അതിൽ ഷെൽട്ടർ ഇന്ത്യ നടത്തിയിട്ടുള്ള വലിയ പ്രവർത്തനത്തെ പ്രത്യേകം എടുത്തു പറയുന്നു. സർവശക്തൻ സ്വീകരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും അഭിവാദനങ്ങൾ. ജയ് ഹിന്ദ്.